രാജ്യസുരക്ഷയുടെയും വ്യക്തിസുരക്ഷയുടെയും മേഖലകളിലെ ഏറ്റവും നവീനമായ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന ഒരു പ്രദർശനമേള. UAE സൈന്യത്തിൻ്റെയും അബുദാബി പോലീസിൻ്റെയും ഒക്കെ പുതിയ പരീക്ഷണങ്ങളും പുതിയ സംവിധാനങ്ങളുമൊക്കെ സന്ദർശകർക്ക് ആ മേള പറഞ്ഞുകൊടുത്തു. സംഘർഷത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നതിനെക്കുറിച്ചുള്ള ആത്മവിശ്വാസം പകരാനും 3 ദിവസത്തെ മേള സഹായിച്ചു. പ്രതിരോധ രംഗത്തെ പുതിയ സാങ്കേതിക വിദ്യകൾ, വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സുരക്ഷയ്ക്കുള്ള പുതിയ പരീക്ഷണങ്ങൾ. അബുദാബിയിൽ നടന്ന ഇന്റർനാഷണൽ എക്സിബിഷൻ ഫോർ നാഷണൽ സെക്യൂരിറ്റി ആൻഡ് റിസൈലൻസിലേതാണ് ഈ കാഴ്ചകൾ. അട്നിക് ഗ്രൂപ്പ്, ആഭ്യന്തര മന്ത്രാലയം, അബുദാബി പോലീസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു മേള. ദേശസുരക്ഷയും പ്രതിരോധശേഷിയും പ്രദർശിപ്പിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതുമായിരുന്നു 9ാമത് അന്താരാഷ്ട്ര അന്തർദേശീയ മേള. 3 ദിവസങ്ങളിലായി നടന്ന മേള UAE ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സൈഫ് ബിൻ സായിദ് അൽ നഹ്യാന്റെ രക്ഷാകർതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്. ISNRന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പതിപ്പായിരുന്നു ഇത്തവണത്തേത്. 253 സ്ഥാപനങ്ങളും ബ്രാൻഡുകളും മേളയിൽ പങ്കെടുത്തു. കഴിഞ്ഞ എഡിഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ 19% വർധനയുണ്ടായി. 28,000-ഓളം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് പ്രദർശനം ഒരുക്കിയത്. 37 രാജ്യങ്ങളിൽ നിന്നുമുള്ള കമ്പനികൾ പങ്കെടുത്ത പ്രദർശനത്തിൽ 9 രാജ്യങ്ങൾ ആദ്യമായി മേളയുടെ ഭാഗമായി. ഞങ്ങളുടെ 2ാമത്തെ വർഷമാണ് ISNRൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് 2ാമത്തെ വർഷമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ അബുദാബി പോലീസും ദുബായ് പോലീസുമായിട്ടൊക്കെ ഞങ്ങളുടെ പ്രോഡക്ട്സ് പലവരും യൂസ് ചെയ്യുന്നുണ്ട്. സോ ആസ് എ പാർട്ട് ഓഫ് പാർട്ടിസിപ്പേഷൻ ഞങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. സോ ISNR ഒരു സക്സസ് ആണ് ഞങ്ങൾ ചിന്തിക്കുക. ഞങ്ങളുടെ ഭാഗത്തും ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പോഷർ വരുന്ന കാരണം ക്ലയൻറ്റ് സൈഡിൽ നിന്നുള്ള കൂടുതൽ ഇനിഷ്യേറ്റീവ്സ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ISNRൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഒരു അലാറം മാനേജ്മെൻറ്റ് സിസ്റ്റം, അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പൈനിയർ പ്രൊഡക്റ്റായിട്ട് ഒരുപാട് മൂവ്മെൻ്റ് ഉള്ള ഒരു വലിയൊരു പ്രൊഡക്റ്റ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ് ഞങ്ങളുടെ റാംസിസ് സെൻട്രൽ എന്നുള്ള പേരുള്ള ഒരു അലാറം മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. സോ ഇപ്പോൾ അത് ജസ്റ്റ് ഒരു ഫിസിക്കൽ സെക്യൂരിറ്റി ലെവലിൽ മാത്രമല്ല, ഇപ്പോൾ അത് കൂടാതെ തന്നെ നമ്മുടെ ഡിവൈസ് മോണിറ്ററിങ്, ഹെൽത്ത് മോണിറ്ററിങ് അതിൻ്റെ മേഖലയിലൊക്കെ ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് ഓഫ് എനി ഡിസ്റ്റർബൻസ് ഓർ ഇൻ കേസ് ഓഫ് എനി അൺയൂഷ്വൽ ഇവൻറ്റ്സ് ഹാപ്പൻ, then we will get these details directly from the devices. It doesn't matter whether it's Linux based or like Windows or the Mac. All the informations we will trace from the device and ഞങ്ങൾക്കത് ഞങ്ങളുടെ അലാറം മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിലോട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. സോ ഫോർ ദ ഓപ്പറേറ്റേഴ്സ് അത് കുറച്ചുകൂടി ഈസിയാണ്. കാരണം ഞങ്ങൾ കൊടുക്കുന്ന രീതി ബെറ്റർ യൂസബിലിറ്റി, ബെറ്റർ UI എക്സ്പീരിയൻസ് ആണ്. സോ ഇത് ക്വിക്ക് ടൈമിൽ അത് അലാറം റിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് റിസോൾവ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്പറേറ്റർ സൈഡിൽ നിന്നുള്ള ചിന്തയാണ് ഞങ്ങളുടെ ഈ ഒരു സിസ്റ്റത്തിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദേശീയ സുരക്ഷ, സൈബർ സുരക്ഷ, കൊമേഴ്ഷ്യൽ സുരക്ഷ, ഫയർ ആൻഡ് സേഫ്റ്റി സർവീസുകൾ എന്നിവയിലെ പുത്തൻ പ്രവണതകളും സാങ്കേതിക വിദ്യകളും മേള പരിചയപ്പെടുത്തി. AI സർവൈലൻസ് സാങ്കേതിക വിദ്യകൾ, പോലീസ് നിയമനിർവഹണം, ഫിസിക്കൽ സുരക്ഷ തുടങ്ങി 8 പ്രധാന മേഖലകളാക്കി തിരിച്ചായിരുന്നു മേള. ഫയർ ഫൈറ്റിംഗ്, സിവിൽ ഡിഫൻസ്, എമർജൻസി റെസ്പോൺസ് മേഖലകളിലെ വിദഗ്ധർ പങ്കെടുത്ത വിവിധ പരിപാടികളും മേളയിലുണ്ടായിരുന്നു. വിമാനത്താവളങ്ങൾ, അബുദാബിയിലെ ഗ്രാൻഡ് മോസ്ക് തുടങ്ങിയ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന സ്മാർട്ട് ഗേറ്റുകളും മേളയിൽ അവതരിപ്പിച്ചു. ബയോമെട്രിക് വിവരങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന വിധത്തിലായിരുന്നു സ്മാർട്ട് ഗേറ്റുകൾ. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് പ്രവർത്തനം. We have our hologram gate, which is an access control gate. What makes it special is that you can have any advertisements you want. You can edit the videos here. And of course, how you enter the gate is through facial recognition. You can have this gate either in offices or airports, anywhere you want actually, indoor, outdoor. You can currently find this gate in Sheikh Zayed Grand Mosque. അബുദാബി ഗ്ലോബൽ സസ്റ്റൈനബിൾ സെക്യൂരിറ്റി സമ്മിറ്റും മേളയോടനുബന്ധിച്ച് നടന്നു. കൃത്രിമ ബുദ്ധി ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ സുരക്ഷാ ആപൽക്കാല സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു മറ്റൊരു മേഖല. കോഡ് ബ്രേക്കിംഗ്, ഹാക്കത്തോൺ, ഫയർ ഹബ് തുടങ്ങി വിവിധ മേഖലകളും ഇത്തവണ ശ്രദ്ധ നേടി. അബുദാബി പോലീസിലെ ഡോഗ് സ്ക്വാഡ് വിഭാഗങ്ങളുടെ പരിശീലനവും പ്രവർത്തനക്ഷമതയും പ്രദർശിപ്പിക്കുന്ന K9 ഡിസ്പ്ലേ സന്ദർശകർക്ക് പുതിയ അനുഭവമായി.
സുരക്ഷാ മേഖലയിൽ അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുകയും ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ പുതിയ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് 3 ദിവസത്തെ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. അബുദാബി ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടന്ന മേളയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള സുരക്ഷാ വിദഗ്ധരും സ്ഥാപനങ്ങളും പങ്കെടുത്തു. സൈബർ സുരക്ഷ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അടിയന്തര രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾ, ഡ്രോൺ സാങ്കേതിക വിദ്യ തുടങ്ങിയവയെല്ലാം മേള പരിചയപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്തു. സന്ദർശകർക്ക് ഇവയെല്ലാം പുതിയ അനുഭവങ്ങളാണ് സമ്മാനിച്ചത്.